കളിമംഗലം ജയഭാരതിക്ക് ഞങ്ങളെ മനസ്സിലായോ ആവോ? നിങ്ങളെ മനസ്സിലാക്കാൻ എന്താ ബുദ്ധിമുട്ട് സുകുമാരി? ഞങ്ങളെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞങ്ങളോട് ചെയ്ത കാര്യങ്ങൾ ഓർത്തെടുക്കാനും വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ലല്ലോ അല്ലേ? അതെങ്ങനെ മറക്കാനടി മോളെ? അന്ന് ജയഭാരതി കിരീടം വെക്കാത്ത റാണിയല്ലേ? മക്കളെയും മരുമക്കളെയും ഒക്കെ നിയന്ത്രിച്ച് രാജവാഴ്ച വാണിരുന്ന കാലം. ഞാനും നീയൊക്കെ അന്ന് ആരാ? ഇവരുടെ ദയ കൊണ്ട് 3 നേരവും ഭക്ഷണം കഴിച്ചു കിടക്കുന്ന വേറും സാധാരണക്കാരും. സുകുമാരി, പഴയതൊക്കെ അങ്ങ് വിട്ടുകള. എന്നിട്ട് ഈ പഴയതൊക്കെ അങ്ങ് വിട്ടുകളഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്നും കൂടെ പറഞ്ഞതാ. അമ്മേ, മിണ്ടിപ്പോവരുത് നീ. പഴയതൊക്കെ ഞങ്ങൾ മറക്കണോ അല്ലേ? എന്നും ഏതു നേരവും എന്നെയും എന്റെ മോളെ ആക്ഷേപിച്ച് സംസാരിക്കുമ്പോ ഞങ്ങളുടെ മുന്നിൽ ഇങ്ങനെ പഞ്ചപുച്ഛം അടക്കി നിൽക്കേണ്ടി വരുമെന്ന് കളിമംഗലം ജയഭാരതി കരുതിയില്ല അല്ലേ? നിങ്ങളുടെ അഹങ്കാരം കാരണമാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. ദൈവം നിങ്ങൾക്ക് തന്ന തിരിച്ചടിയാ മറ്റുള്ളവരുടെ തലയിൽ ഇടുത്തിയായിട്ട് വീണത്. എന്നിട്ട് സുഖതാമസത്തിന് വന്നു കയറിയ സ്ഥലം കൊള്ളാം. ഇതേതാ സ്ഥലമെന്നറിയാവോ? ആറ്റുവാശ്ശേരി. ഈ ഇരിക്കുന്നതേ സുകുമാരിയുടെ കട്ടില്ല. ചവിട്ടിയിരിക്കുന്നത് സുകുമാരിയുടെ തറയില. നാണമില്ലേ തള്ളേ നിങ്ങൾക്ക്? പട്ടിണി കിടന്ന് ചത്താ പോലും ഇത്തിരി അഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരാൻ പാടുണ്ടോ? പ്രിയങ്കേ, എന്തൊക്കെയാടി നീ മുത്തശ്ശിയോട് പറയുന്നേ? ആരുടെ മുത്തശ്ശി? ഇവരെയൊക്കെ എന്തിനാ ഞാൻ ബഹുമാനിക്കാൻ നിൽക്കുന്നേ? പിച്ചെടുക്കാൻ വന്നല്ലേ? പേരക്കുട്ടി കയറി വന്നതിന്റെ പിന്നാലെ കൈനീട്ടി വന്നല്ലേ? അപ്പൊ ആ മുറ്റത്തിന്റെ ഒരു അറ്റത്ത് നിർത്തണം. അതാ ചെയ്യേണ്ടത്. ജയഭാരതി, ഈ കുടുംബത്തില് എന്റെ ആറ്റുവാശ്ശേരിയില് അങ്ങനെ അങ്ങ് നിൽക്കാൻ പറ്റത്തില്ല. ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയിക്കോണം. ജയഭാരതമ്മേ, എങ്ങോട്ടാ പോകുന്നേ? ഇവരോരോ വിവരക്കേട് പറയുന്നെന്ന് കരുതി അതനുസരിക്കാൻ നിൽക്കുകയാണോ? യശോദയും ദേവനും കാണിച്ച സന്മനസ് മറന്നിട്ടൊന്നുമല്ല. ഇങ്ങനെ അപമാനം സഹിക്കാൻ വയ്യ. അതിനേക്കാൾ ഭേദം മരണമല്ലേ. ഞാൻ ഇറങ്ങാം യശോദ. ഓ, ഇനി യാത്ര പറച്ചിലിന് അധികം സമയമൊന്നും എടുക്കണ്ട. പെട്ടെന്ന് അങ്ങ് ഇറങ്ങിക്കോണം. ജയഭാരതമ്മേ, വരുണും രാധികയും വരുന്നത് വരെയെങ്കിലും. വേണ്ട യശോദേ, ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന കാഴ്ച അവര് സഹിക്കില്ല. എന്റെ മക്കളെ വേദനിപ്പിക്കാതെ ഞാൻ നോക്കണമല്ലോ.